ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്നത് രാജ്യത്തിനാകെ അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ ഉടൻ തന്നെ ഏറ്റവും മികച്ച 3 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. കർഷകരുടെയും തൊഴിലാളികളുടെയും കഠിന പരിശ്രമവും ഭരണകർത്താക്കളുടെ ദീർഘവീക്ഷണവുമാണ് ഇത് സാധ്യമാക്കിയതെന്ന് ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളെ രാഷ്ട്രപതി അനുസ്മരിച്ചു. ഈ വർഷം ജൂലൈ മുതൽ ഭാരതീയ ന്യായ സംഹിത സ്വീകരിച്ചുകൊണ്ട് കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു ശേഷിപ്പ് കൂടി നാം നീക്കം ചെയ്തതായി രാഷ്ട്രപതി പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ആദരവായാണ് ഈ മാറ്റത്തെ കാണുന്നതെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കുള്ള മുന്നൊരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് അവസാന ഘട്ടത്തിൽ. 78ാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പുകോട്ടയിൽ നാളെ ദേശീയ പതാക ഉയർത്തും. വികസിത് ഭാരത് അറ്റ് 2047 എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രമേയം. ചുവപ്പുകോട്ടയിലെ ആഘോഷ പരിപാടിയിൽ യുവാക്കൾ, ആദിവാസി സമൂഹം, സ്ത്രീകൾ, കർഷകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള 6000-ഓളം വിശിഷ്ടാതിഥികൾ പങ്കെടുക്കും. കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച വിവിധ ഓൺലൈൻ മത്സരങ്ങളിലെ വിജയികളായ 3000 പേരും രാജ്യത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 2000 കേഡറ്റുകളും ആഘോഷങ്ങളുടെ ഭാഗമാകും. കേരളത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തിരുവനന്തപുരത്ത് ദേശീയ പതാക ഉയർത്തും. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശവും നൽകും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. ഭാരതീയർ എന്ന നിലയിലുള്ള നമ്മുടെ പ്രവർത്തനം വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള അമൃതയാത്രയ്ക്ക് ശക്തി പകരുന്നതാകട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു. രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കേണ്ട ദിനം കൂടിയാണിതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രി GR അനിലിന് ത്രിവർണ്ണ പതാക കൈമാറി. നെടുമങ്ങാട് പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ നെടുമങ്ങാട് പോസ്റ്റൽ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് രാജ്കുമാർ B മന്ത്രിക്ക് പതാക നൽകി. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലിന് കേരളത്തിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷ് അർഹനായി. സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ സംസ്ഥാനത്ത് നിന്നും 9 പേർക്കാണ് ലഭിച്ചത്. രാജ്യത്താകെ 1037 പേരാണ് ഇത്തവണത്തെ സർവീസ് മെഡലുകളും ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങുക. 2023 മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡലിന് 23 പേർ അർഹരായി. മെഡൽ നേടിയ എല്ലാ ഉദ്യോഗസ്ഥരെയും എക്സൈസ് മന്ത്രി MP രാജേഷ് അഭിനന്ദിച്ചു. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവരുടെ മരണ രജിസ്ട്രേഷൻ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നടത്തുകയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു. ദുരന്ത സ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനത്തിലാണിത്. മൃതദേഹങ്ങൾ മറ്റ് രജിസ്ട്രേഷൻ യൂണിറ്റ് പരിധികളിൽ നിന്നും ലഭിക്കുകയാണെങ്കിൽ മേപ്പാടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായ മുഴുവൻ ആളുകളും വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വിശദ വിവരങ്ങൾ കൈമാറണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളുടെ നിലവിലെ സ്ഥിതിഗതികൾ പഠിക്കാനും ഇവിടെ തുടർവാസം സാധ്യമാണോ എന്ന് പരിശോധിക്കുന്നതിനുമായി വിദഗ്ധ പരിശോധന തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായവർക്ക് പകരം രേഖകൾ ലഭ്യമാക്കുന്നതിനായി മറ്റന്നാൾ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടി ഗംഗാവലി പുഴയിൽ ഇന്നും തെരച്ചിൽ നടന്നു. വാഹനത്തിന്റേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെങ്കിലും ഇത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ഡ്രഡ്ജർ സ്ഥലത്തെത്തിച്ച് മണ്ണ് മാറ്റി തിരച്ചിൽ തുടരുമെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകി. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെയും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനം വിലക്കി. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്നു. സംഭരണശേഷിയുടെ പരമാവധിയിലേക്ക് എത്തിയതോടെ കുണ്ടള അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ തുറന്നു. മുതിരപ്പുഴയുടെയും കുണ്ടളയാറിന്റെയും തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ കരട് തീരദേശ പരിപാലന പ്ലാൻ കേന്ദ്ര അംഗീകാരത്തിനായി സമർപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. CRZ 3 നിന്നും CRZ 2 109 പഞ്ചായത്തുകളെ കൂടി തരം മാറ്റുന്നതിന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കാനാണ് തീരുമാനിച്ചത്. സംസ്ഥാനം ശുപാർശ ചെയ്ത പ്രകാരം 66 പഞ്ചായത്തുകളെ ഇതിനകം തന്നെ CRZ 2 മാറ്റിയിട്ടുണ്ട്. തൃശൂരിലെ അഡീഷണൽ സെഷൻസ് കോടതി 2 പ്രത്യേക കോടതിയാക്കി മാറ്റാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.